ചേച്ചി പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ എന്നാല്. നീ ഒന്ന് നിന്നേ, ഞാൻ ഇപ്പം വരാം. ഇത് കുറച്ച് ഡ്രസ്സാണ്, നിന്റെ മോനെ പാകാവോ നോക്കോ. പിന്നെ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഇവിടുത്തെ സാറ് വരുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാവില്ല. കുട്ടാ അമ്മേ എന്നാ അമ്മ സഞ്ചിയില് ഇതേ മോന് കൊണ്ടുവന്ന ഡ്രസ്സാണ്, നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ? നീ വന്നേ വാ. ഇത് കൊറേ ഉണ്ടല്ലോ കുട്ടാ. നോക്കിയ മോനെ, നല്ല ട്രൗസർ ആണല്ലോ. അമ്മേ ഇതിട്ട അവസരല്ലേ, എനിക്ക് പാന്റ് മതി. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും പാന്റാണ്. ഇത് നോക്കിയ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. പാൻ്റൊക്കെ നമുക്ക് ഇച്ചിരി മീശ മുളക്കും വിടാട്ടോ. ഇപ്പൊ ഇത് ഇട്ടാലാണ് എന്റെ സുന്ദരനാവുക. വേണ്ട അമ്മ, എനിക്ക് പാന്റ് മതി. എന്നാ പിന്നെ നമുക്ക് പാന്റ് പിറന്നാളിന് വാങ്ങിയാലോ? എന്നാ കേക്ക് മുറിക്കണം. ഓക്കെ, സെറ്റ്. എന്നാണ് അമ്മയും മോനും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താടി കഴിഞ്ഞ മാസം വാടക ഇവിടെ? നിന്നെയാന്ന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നതാണ്. എന്തായി പൈസയുടെ കാര്യം? വാസുവേട്ട, ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ലല്ലോ. ഈ മാസം കുറച്ച് ടൈറ്റായി പോയി, അതാ പറ്റിപ്പോയി. അതൊന്നും പറ്റില്ല, പൈസ ഇല്ലെങ്കിൽ അമ്മയും മോനും ഇപ്പം ഇറങ്ങിക്കോളും. വാസുവേട്ട, 2 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് ഇപ്പം പൈസ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അടുത്ത മാസം എങ്ങനെയും ഒപ്പിച്ചിട്ട് തരാം. വാടക ഒരാളെ കിട്ടാനിട്ടല്ല ഈ ചായ്പ് നിനക്ക് തന്നത്. പൈസ ഇല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കൊള്ളാം. ഈ പൈസ കയ്യിൽ വെച്ചിട്ടാണല്ലേ ഡയലോഗ്. വാടക വന്നിട്ടുണ്ടെങ്കിലേ പൈസ മേടിക്കാൻ നമുക്കറിയാം. പേടിച്ചു പോയാ? സാരമില്ല കേട്ടോ. ഒന്ന് നിന്നേ. നീ എന്താ ഇത് ഇത്ര ലേറ്റ് ആയത്? പിന്നെ ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മോൻ്റെ പിറന്നാളാണ്. അപ്പോൾ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് പോയാൽ മതി. കാറ്ററിംഗ് സർവീസ് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നാലും പണിയൊക്കെ ഉണ്ടാവും. അയ്യോ ചേച്ചി, ലേറ്റ് ആയിട്ട് പോയാൽ പറ്റൂല. മോൻ ഒറ്റക്കല്ലേ വീട്ടിലുള്ളൂ, ചേച്ചിക്ക് അറിയുന്നല്ലേ. അതെങ്ങനെ ശരിയാവും? പിന്നെ ഞാനാണോ പണിയെടുക്കണ്ടേ? ഹാ, ഇതാണോ നിന്റെ സഹായി? എന്തൊക്കെയുണ്ട്, സുഖാണോ? ഇവക്ക് ഇന്ന് വേഗം പോണം പോലും, ഇവിടെ പരിപാടി ഇല്ലതല്ലേ. അതെന്താപ്പാ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വേഗം പോന്ന്? ഇന്ന് മോൻ്റെ ബർത്ത്ഡേ അല്ലേ? അത് സാറേ, വീട്ടിൽ ഞാനും മോനും ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നാൽ പിന്നെ മോൻ ഒറ്റയ്ക്കേ ഉണ്ടാവില്ല. വൈകുന്നേരം കുറേ സമയം അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനാവില്ല. മാത്രമല്ല ഇന്ന് അവൻ്റെ പിറന്നാൾ വന്ന് നല്ലൊരു ദിവസമായിട്ട് എങ്ങനെയാ സാറേ ഞാൻ അവൻ ഒറ്റയ്ക്ക് ഇരുത്തുക? ഓ, അപ്പോൾ പിറന്നാൾ ആഘോഷിക്കാനാ നിൻ്റെ പോക്കല്ലേ? നിനക്ക് ശമ്പളം തരുന്നത് നമ്മളാണ്, അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടാൽ മതി. എടി നീ എന്താണ് പറയുന്നത്? അവള് കുഞ്ഞൊറ്റക്കായോണ്ടല്ലേ, അത് സാരമില്ല. ഓള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. നിങ്ങളെ വീട്ടിൽ കുഞ്ഞ് തനിച്ചല്ലുള്ളൂ. പിന്നെ ഇവിടുത്തെ കാര്യം പ്രശ്നമൊന്നുമില്ല. ഫുഡൊക്കെ കാറ്ററിംഗുകാരെ നോക്കിക്കോളൂ. കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് വൈകുന്നേരം പോയിക്കും. ഓക്കെ? അപ്പം നിങ്ങൾ ഇവളെ സഹായിക്കാനേ ഇപ്പം നാട്ടിലേക്ക് വന്നേ? അതല്ലടി, നിനക്കറിയാലോ, ഞാനും പണ്ട് ഇതേ അവസ്ഥയിലൂടെ സഞ്ചരിച്ചവനാണ്. എന്നെ വളർത്താൻ വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് നമ്മുടെ മോൻ്റെ അതേ പ്രായം എന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? നമ്മുടെ മോനാണ് ഈ ഗതി വന്നെങ്കിലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ, ഒന്ന് നിന്നേ. ഇന്ന് മോൻ്റെ പിറന്നാളാന്നല്ലേ പറഞ്ഞേ? അവന് കൊടുക്കാൻ കുറച്ച് ഡ്രസ്സും ഒരു കേക്കും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നിനി പോയിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, എല്ലാം ഇതിലും ഉണ്ട്. പോയിട്ട് മോനായിട്ട് ബർത്ത്ഡേ ഒന്ന് സന്തോഷമായിട്ട് ആഘോഷിക്കും. പോയിക്കോ, ഇപ്പം തന്നെ നേരെ ഒരുപാട് ഇരുട്ടി. മോൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ കുട്ടികളുടെ മനസ്സ് ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് വേഗം ചെന്ന് ഈ സാധനങ്ങളൊക്കെ അവന് കൊടുക്കും. ഒരിക്കൽ വരുമ്പോൾ അവനെയും കൂട്ടി ഇങ്ങോട്ട് വാട്ടാ. അവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.